അച്യുതൻ, ഡൽഹിയിലേക്ക് എത്തുന്ന വിമാനങ്ങൾ ഏതൊക്കെയാണ്? ഡൽഹിയിൽ നിന്ന് പുറപ്പെടുന്ന വിമാനങ്ങൾ ഏതൊക്കെയാണ്? എംബസിയുടെ കൃത്യമായ നിർദ്ദേശങ്ങൾ എങ്ങനെയൊക്കെയാണ് അച്യുതൻ? ഹാഷ്മി, എന്തായാലും ഈ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പ്രധാനമായിട്ടും UAE-യിൽ നിന്ന് ഇപ്പോൾ ഇന്ത്യക്കാരെ തിരികെ കൊണ്ടുവരാനുള്ള പ്രത്യേക സർവീസ് സ്പൈസ് ജെറ്റ് നടത്തും എന്നുള്ള കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. 4 വിമാനങ്ങളാണ് ഇതിനു വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നത്. ഫുജൈറയിൽ നിന്ന് ഡൽഹി, മുംബൈ, കൊച്ചി എന്നിവിടങ്ങളിലേക്കായിരിക്കും ഈ പ്രത്യേക സർവീസ് ഉണ്ടാവുക. ഇതിൽ 2 വിമാനങ്ങൾ മുംബൈയിലായിരിക്കും എത്തുക എന്നുള്ള കാര്യം പങ്കുവയ്ക്കുന്നുണ്ട്. എന്നാൽ വരുന്ന മണിക്കൂറുകളിൽ കൂടുതൽ സർവീസുകൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് സുരക്ഷിതമായ വ്യോമപാത പ്രയോജനപ്പെടുത്തി കൂടുതൽ ഈ സർവീസുകൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ് എന്നാണ് സ്പൈസ് ജെറ്റ് എയർലൈൻ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരിക്കുന്നത്. അതിനിടയിൽ എമിറേറ്റ്സിന്റെ വിമാനം ഇന്നലെ പലയിടങ്ങളിലായി ഡൽഹി, മുംബൈ, ബാംഗ്ലൂരു ഉൾപ്പെടെയുള്ള ഇടങ്ങളിലായി ഇന്നലെ എത്തിയിരുന്നു. ആ വിമാനം തിരികെ ഈ സ്ഥലങ്ങളിൽ നിന്നും, അതായത് ചെന്നൈയിൽ നിന്നും ഡൽഹിയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും പുറപ്പെട്ട എമിറേറ്റ്സിന്റെ വിമാനമാണ് ഇപ്പോൾ മടങ്ങി വീണ്ടും ഇന്ത്യയിലേക്ക് തന്നെ എത്തിയിരിക്കുന്നത്. അതേസമയത്ത് മുംബൈയിൽ നിന്നും പുറപ്പെട്ട എമിറേറ്റ്സിന്റെ വിമാനം അവിടെ ദുബായിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് എന്ന വിവരം കൂടി ലഭിക്കുന്നുണ്ട്. നിലവിൽ വ്യോമയാന മന്ത്രാലയം ഇന്നലെ രാത്രി അടിയന്തരമായ ഒരു യോഗം ചേരുകയും സാഹചര്യങ്ങൾ സസൂക്ഷ്മം വിലയിരുത്തുകയും ചെയ്തു. ആ യോഗത്തിലെടുത്തിരിക്കുന്ന തീരുമാനം സുരക്ഷിതമായ വ്യോമപാതകൾ പ്രയോജനപ്പെടുത്തി നാട്ടിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാരെ മടക്കിക്കൊണ്ടുവരാനുള്ള സാധ്യതകൾ തേടുകയാണ് എന്നാണ് യോഗം വിലയിരുത്തിയിരിക്കുന്നത്. എന്തായാലും നമ്മൾ ഇന്നലെ രാത്രി എത്തിഹാദ് ഉൾപ്പെടെയുള്ള എയർലൈനുകൾ ഈ ഇന്ത്യക്കാരുമായി വന്നത് നമ്മൾ കണ്ടതാണ്. എന്തായാലും വരുന്ന മണിക്കൂറുകളിലും അത്തരം സാധ്യതകളാണ് എയർലൈനുകൾ പരിശോധിക്കുന്നത്. ഹാഷ്മി. ഓക്കെ, അച്യുതനും ഗോകുൽ കെ വേണുഗോപാലുമാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. പതിയാണെങ്കിൽ കൂടിയും റദ്ദാക്കിയ വിമാനങ്ങൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു എന്നുള്ള സന്തോഷം നൽകുന്ന കാര്യമാണ്. പക്ഷേ എപ്പോൾ പഴയ അവസ്ഥയിലേക്ക് പോകും എന്നായിരുന്നു നമുക്ക് ഇപ്പോഴും അറിയില്ല. കാര്യം ആ യുദ്ധ സാഹചര്യം അങ്ങനെ സങ്കീർണമായി തുടരുകയാണ്. ഇറാനെ ആക്രമിച്ച് എന്തിനെന്ന ചോദ്യത്തിലാണ് നേരത്തെ നമ്മൾ പറഞ്ഞ US സ്റ്റേറ്റ് സെക്രട്ടറിയുടെ മറുപടി. ഇസ്രയേൽ ഇറാനെ ആക്രമിക്കുമെന്ന് അറിഞ്ഞു. അപ്പോൾ അങ്ങനെ ഇറാനെ ആക്രമിച്ചാൽ അമേരിക്ക ഇറാനും ആക്രമിക്കുമെന്ന് അറിഞ്ഞു. അപ്പോൾ അമേരിക്ക ഇറാനെ ആക്രമിച്ചു എന്ന മട്ടിലൊക്കെ പറയുകയാണ്. അപ്പോൾ ഇമിനന്റ് ത്രട്ട് എന്നൊക്കെ പറഞ്ഞ് വെറുതെയാണ് എന്നുള്ളതും, ഇസ്രായേൽ തുടങ്ങി വെച്ചത് അമേരിക്ക ഏറ്റുപിടിക്കുകയാണെന്നും അത് അമേരിക്കയുടെ യുദ്ധമല്ല ഇസ്രായേലിന്റെ യുദ്ധമാണ് എന്നും അമേരിക്കക്കകത്ത് നടക്കുന്ന വിമർശനങ്ങൾക്ക് സാധൂകരണം കൊടുക്കുകയാണ് മാർക്കോ റൂബിയോ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.